പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 147:3 ഇപ്രകാരം പറയുന്നു: അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളും നമ്മുടെ ഹൃദയത്തിലെ മുറിവുകളുമെല്ലാം അവിടുന്ന് കാണുന്നുണ്ട്. അവിടുന്ന് നമ്മെ സഹായിക്കും. പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ ആകുലതകളും വേദനകളും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം. അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഈശോയോട് ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കും. നമ്മുടെ ജീവിത പ്രയാസങ്ങളിലേക്ക് കടന്നു വരും. പൂർണ്ണ വിശ്വാസമുള്ള ഹൃദയമാണ് നമുക്ക് വേണ്ടത്. വിശ്വാസത്തോടുകൂടി നാം എന്തു പ്രാർത്ഥിച്ചാലും അവിടുന്ന് അത് കേൾക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യും. വിശ്വാസത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ മക്കളിതാ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. തളർന്ന ഹൃദയവുമായി ഞങ്ങൾ അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മേ മാതാവേ, അങ്ങു ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആശ്വസിപ്പിക്കണമേ. ആരും സഹായിക്കാനില്ലാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സഹായമായി ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ. പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നത് അമ്മയുടെ പൊന്മുഖമാണ്. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വഴി തെളിച്ചു തരണമേ. ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, ഹൃദയം നുറുങ്ങി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ക്യാൻസർ രോഗികളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. അവരനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പിഞ്ചു പൈതങ്ങളെ ഓർത്ത് ആകുലതയോടെ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരമ്മ കാണണമേ. ആ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള എല്ലാ ആകുലതകളും അമ്മ മാറ്റിക്കൊടുക്കണമേ. അവർക്ക് സഹായമായി അമ്മ കൂടെ ഇരിക്കണമേ. അമ്മേ മാതാവേ, വിട്ടുമാറാത്ത പലവിധ അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന നിരവധിയായ കുഞ്ഞുങ്ങളുണ്ട്. പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്നവരുണ്ട്. ഓരോ അസുഖങ്ങളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ. വേദന നിറഞ്ഞ ഓരോ സാഹചര്യങ്ങളും അമ്മ കാണണമേ. അമ്മേ മാതാവേ, ഹോസ്പിറ്റലിലായി കഴിയുന്ന രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അത്ഭുതമായി അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ. അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാ മക്കളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ എടുത്തു മാറ്റണമേ. കടബാധ്യതകളെ എടുത്തു മാറ്റണമേ. അമ്മേ മാതാവേ, കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഒന്നൊന്നായി വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് അമ്മ സഹായമായി കൂടെ ഇരിക്കണമേ. അവരാഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും എടുത്തു മാറ്റണമേ. സമൃദ്ധിയിൽ ജീവിപ്പാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭൂമുഖത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ. ഞങ്ങളുടെ രാജ്യത്തിന് കാവലും സംരക്ഷണവും നൽകണമേ. ഞങ്ങളുടെ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ഓരോ മക്കൾക്കും അമ്മ കാവലായി സംരക്ഷകയായി കൂടെയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് നല്ല അധികാരികളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ അമ്മ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല. ശാശ്വതമായ ജീവിതം സ്വർഗത്തിലാണെന്നും മനസ്സിലാക്കി ഈ ഭൂമിയിൽ നന്മ ചെയ്ത് മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുവാനും അവരെ സ്നേഹിപ്പാനുമുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, സ്വർഗത്തിൽ അങ്ങേ പുത്രൻ ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനത്തിൽ എത്തുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ.
പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ. അനേകം മക്കളുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നേടിയിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ഒരാൾ പോലും ദുഷ്ടന്റെ പിടിയിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. അവർക്ക് ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ. അമ്മേ മാതാവേ, ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടി വരുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത് വയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, ആ ദേവാലയത്തിൽ നടക്കുന്ന എല്ലാ ആരാധനകളോടും ചേർത്ത് വെച്ച് ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകൾ അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവേ, ഏറ്റെടുക്കണമേ, കരുണയായിരിക്കണമേ, സ്നേഹമായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം ആവശ്യങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയാൽ ഭാരപ്പെടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, മക്കളുടെ തെറ്റായ നടപ്പ് മൂലം ഭാരപ്പെട്ട ഹൃദയവുമായി അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലതയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമേ. രോഗാവസ്ഥകളിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ. ഓരോ മക്കളും അനുഭവിക്കുന്ന ഹൃദയവേദനകൾ കാണണമേ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഞങ്ങൾ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്കു വേണ്ടി ശക്തമായി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.